how to derive shape factor for a T section as shown in the figure. So these are the dimensions of the T section. The flange is having a width 120 and depth 10, and the total depth is 120, and the web is having a thickness of 10. So first of all, let's calculate the yield moment My. For that, we need to know the elastic neutral axis position. Yield moment calculate ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യമായിട്ട് ഇലാസ്റ്റിക് ന്യൂട്രൽ ആക്സിസിന്റെ പൊസിഷൻ എവിടെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. For that, let's divide these two areas A1 and A2. ഫ്ലേഞ്ച് പോർഷൻ്റെ ഏരിയ A1 ആയിട്ടും വെബ് പോർഷൻ്റെ ഏരിയ A2 ആയിട്ടും നമുക്ക് എടുക്കാം. അങ്ങനെയാണെങ്കിൽ A1 is having a width 120 and depth 10, and A2 is having a depth 120 minus 10 110 and thickness 10 or width 10. So to find the elastic neutral axis position from the top fiber, y bar is equal to A1 y1 plus A2 y2 divided by A1 plus A2. So here A1 is equal to 120 into 10 and A2 is equal to 110 into 10. Y1 is equal to 5. Top fiber എന്നാണ് നമ്മൾ ചെയ്യുന്നത്. ടോപ്പ് പോർഷൻ എന്നുള്ള ഫ്രം ദ ടോപ്പ് എന്നാണ് നമ്മൾ y bar കണ്ടുപിടിക്കുന്നത്. അതായത് ന്യൂട്രൽ ആക്സിസിൻ്റെ ഇലാസ്റ്റിക് ന്യൂട്രൽ ആക്സിസിൻ്റെ പൊസിഷൻ നമ്മൾ ടോപ്പിൽ നിന്നാണ് കണ്ടുപിടിക്കുന്നത്. സോ A1ൻ്റെ കേസിൽ സെൻട്രോയിഡ് എന്ന് പറയുന്നത് ഇസ് അറ്റ് എ ഡിസ്റ്റൻസ് 5, 10/2, 5ലാണ് സെൻട്രോയിഡ് വരിക. അതുപോലെ A2ൻ്റെ മിഡ് ഹൈറ്റിലാണ്, A2 എന്ന് പറയുന്ന ഏരിയയുടെ മിഡ് ഹൈറ്റിലാണ് സെൻട്രോയിഡ് വരിക. അത് ടോപ്പ് പോർഷന് ടോപ്പ് മോസ്റ്റ് ഫൈബറിന് അങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ 10 പ്ലസ് 110 ഡിവൈഡഡ് ബൈ 2 ആണ് വരിക. ദാറ്റ് ഇസ് y2 is equal to 10 plus 110 divided by 2. So A1 y1 plus A2 y2 divided by A1 plus A2, area of the first rectangle plus area of the second rectangle. So y bar is equal to 33.7 mm. അതായത് ടോപ്പിൽ നിന്ന് 33.7 mm നമ്മുടെ ന്യൂട്രൽ ആക്സിസ്, ഇലാസ്റ്റിക് ന്യൂട്രൽ ആക്സിസ് ഉള്ളത്. അപ്പോൾ അതാണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഇലാസ്റ്റിക് ന്യൂട്രൽ ആക്സിസിൻ്റെ പൊസിഷനാണ് ഈ കാണുന്നത്. അറ്റ് എ ഡിസ്റ്റൻസ് 33.7 mm ഫ്രം ദ ടോപ്പ്. ഇനി ഏരിയ A1ലേക്ക് നമ്മുടെ ന്യൂട്രൽ ആക്സിസിൽ നിന്ന് ഏരിയ A1ൻ്റെ സെൻട്രോയിഡും ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആണ് H1 എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ ഏരിയ A2യുടെ സെൻട്രോയിഡും ആയിട്ടുള്ള ന്യൂട്രൽ ആക്സിസിൻ്റെ ഡിസ്റ്റൻസ് ആണ് H2 എന്ന് പറയുന്നത്. So here H1 is equal to 33.7 minus 5. ഈ ടോട്ടൽ 33.7 ആണ്. അപ്പോൾ H1 എന്ന് പറയുന്നത് 33.7 മൈനസ് 5 ആണ്. അതുപോലെ H2 എന്ന് പറയുന്നത് ഈ ടോട്ടൽ ഡെപ്ത് എന്ന് പറയുന്നത് 10 പ്ലസ് 110 ബൈ 2 മൈനസ് 33.7 ആണ്. അതായത് H2 എന്ന് പറയുന്നത് ഈ ടോട്ടൽ സെൻട്രോയിഡൽ ഡിസ്റ്റൻസിൽ നിന്ന് നമ്മുടെ ടോപ്പിൽ നിന്ന് A2ൻ്റെ സെൻട്രോയിഡിലേക്കുള്ള ഡിസ്റ്റൻസിൽ നിന്ന് 33.7 മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് H2 കിട്ടുന്നത്. ദാറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെൻട്രോയിഡ് ഓഫ് ദ ഏരിയ A2 ആൻഡ് ദ ഇലാസ്റ്റിക് ന്യൂട്രൽ ആക്സിസ്. സോ ദ ടോട്ടൽ ഡെപ്ത് ഫ്രം ദ ടോപ്പ് to the centroid of the area A2 minus 33.7. That is H2 is equal to 10 plus 110 divided by 2 minus 33.7. So that is the value of H2. And I1, I2 ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അതായത് ഈ രണ്ട് ഏരിയാസ്, ഈ A1 ഉം A2 എന്നും പറയുന്ന രണ്ട് ഏരിയാസിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ A1 is equal to BDQ by 12 plus A1 H1 സ്ക്വയർ എന്ന് വരും. അതുപോലെ A2ൻ്റെ കേസിൽ I is equal to BDQ by 12 plus A2 H2 സ്ക്വയർ എന്ന് വരും. അപ്പം അതാണ് ഇനി ചെയ്യാൻ പോകുന്നത്. I1 is equal to ഫസ്റ്റ് റെക്റ്റാങ്കിളിൻ്റെ കേസിലാണെങ്കിൽ, ഏരിയ A1ൻ്റെ കേസിലാണെങ്കിൽ വിഡ്ത്ത് B is equal to 120 ആണ്,
D is equal to 10 ആണ്. So BD cube by 12 plus area A1 120 into 10 into H1 square ആണ്. That is the centroidal distance ആയിട്ടുള്ള സെൻട്രോയിഡും ന്യൂട്രൽ ആക്സിസും തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെ സ്ക്വയർ ആണ്. A1 H1 സ്ക്വയർ ആണ് ഈ ചെയ്തിരിക്കുന്നത്. അതുപോലെ I2 എന്ന് പറയുന്നത് BD ക്യൂബ് ബൈ 12, അതായത് ഏരിയ A2ന്റെ കേസിൽ B is equal to 10 and D is equal to 110. So BD ക്യൂബ് ബൈ 12 plus A2 110 into 10. ഏരിയ A2ന്റെ ഏരിയ എന്ന് പറയുന്നത് 110 into 10 ആണ്, into H2 സ്ക്വയർ. H2 നമ്മളിവിടെ ഓൾറെഡി കാൽക്കുലേഷൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ I values for both the areas അത് കിട്ടിക്കഴിഞ്ഞാൽ I is equal to I1 plus I2. ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ I is equal to I1 ഫസ്റ്റ് ഏരിയയുടെ മൊമെന്റ് ഓഫ് ഇനേഷ്യ പ്ലസ് സെക്കൻഡ് ഏരിയയുടെ മൊമെന്റ് ഓഫ് ഇനേഷ്യ. ആൻഡ് Ymax is nothing but the distance of the neutral axis to the ഫാറസ്റ്റ് ഫൈബർ, അതായത് ഈ ന്യൂട്രൽ ആക്സിസും ഏറ്റവും ദൂരെയുള്ള ഫൈബറുമായിട്ടുള്ള ഡിസ്റ്റൻസ് ആണ്. ഇവിടെ ടോപ്പിൽ എന്ന് പറയുന്നത് ഏറ്റവും ദൂരെയുള്ളത് 33.7 mm, പക്ഷെ ബോട്ടത്തിലാണ് കൂടുതൽ ഡിസ്റ്റൻസ് ഉള്ളത്. സോ ദ Ymax വാല്യൂ വിൽ ബി ഈക്വൽ ടു ടോട്ടൽ ഡെപ്ത് മൈനസ് 33.7. അപ്പോൾ Ymax is equal to total depth 120 minus 33.7, 86.3 mm. Ymax is nothing but the distance between the elastic neutral axis and the farthest fiber. ഏറ്റവും ദൂരെയുള്ള ഫൈബറുമായിട്ടുള്ള ഡിസ്റ്റൻസ് ആണ് Ymax എന്ന് പറയുന്നത്. ഇവിടെ അത് ബോട്ടം ഫൈബർ ആണ്, ഏറ്റവും ബോട്ടത്തിൽ വരുന്ന ബോട്ടം മോസ്റ്റ് ഫൈബർ ആണ് ഇവിടെ ഏറ്റവും ദൂരെയുള്ള ഫൈബർ. And that fiber is at a distance 86.3 mm. So I value കിട്ടി, Ymax value കിട്ടി, then My is equal to Fy into I by Ymax. So substitute the value of I and Ymax. Fy value തന്നിട്ടില്ല ക്വസ്റ്റ്യനിൽ, so you can keep it as such. My will be in terms of Fy. Now we have to go for the calculation of MP. പ്ലാസ്റ്റിക് മൊമെന്റിന്റെ കാൽക്കുലേഷൻ ആണ് ഇനി വരുന്നത്. അതിനു വേണ്ടി നമുക്ക് പ്ലാസ്റ്റിക് ന്യൂട്രൽ ആക്സിസിന്റെ പൊസിഷൻ ആദ്യം അറിയണം. ഇതൊരു സിമെട്രിക് സെക്ഷൻ അല്ല, ടി എന്ന് പറയുന്നത് ഒരു സിമെട്രിക് സെക്ഷൻ അല്ലാത്തത് കൊണ്ട് നമുക്ക് ഇതിന്റെ പ്ലാസ്റ്റിക് ന്യൂട്രൽ ആക്സിസ് എവിടെയാണ് വരിക എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഫ്ലേഞ്ച് പോർഷനിൽ തന്നെയാണ് പ്ലാസ്റ്റിക് ന്യൂട്രൽ ആക്സിസ് വരിക എന്ന് അസ്യൂം ചെയ്യുക. ഈ ഫിഗറിൽ കാണുന്ന പോലെ ഫ്ലേഞ്ച് പോർഷനിൽ തന്നെയാണ് പ്ലാസ്റ്റിക് ന്യൂട്രൽ ആക്സിസ് ഉള്ളത് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ടോപ്പിൽ നിന്നും YP എന്ന് പറയുന്ന ഡിസ്റ്റൻസിലാണ് പ്ലാസ്റ്റിക് ന്യൂട്രൽ ആക്സിസ് ഉള്ളതെന്ന് നമുക്ക് ആദ്യമായിട്ട് അസ്യൂം ചെയ്യാം. പ്ലാസ്റ്റിക് ന്യൂട്രൽ ആക്സിസിൻ്റെ പൊസിഷൻ നമുക്ക് അറിയണം, എന്നാൽ മാത്രമേ നമുക്ക് MP വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുവേണ്ടി നമുക്ക് പ്ലാസ്റ്റിക് ന്യൂട്രൽ ആക്സിസിൻ്റെ പൊസിഷൻ അറിയാത്തതുകൊണ്ട് നമ്മളിവിടെ അസംഷൻ എടുക്കുകയാണ്. അതായത് പ്ലാസ്റ്റിക് ന്യൂട്രൽ ആക്സിസ് ഇസ് ലൈയിങ് ഇൻ ദ ഫ്ലേഞ്ച് ഇറ്റ്സെൽഫ്. ഫ്ലേഞ്ചിൽ തന്നെയാണ്, ഫ്ലേഞ്ച് പോർഷനിൽ തന്നെയാണ് പ്ലാസ്റ്റിക് ന്യൂട്രൽ ആക്സിസ് ഉള്ളത്. That too at a distance YP from the top, as in this figure. അപ്പോൾ നമുക്കറിയാം പ്ലാസ്റ്റിക് ന്യൂട്രൽ ആക്സിസ് നമ്മുടെ ഏരിയാസിനെ, നമ്മുടെ ടോട്ടൽ സെക്ഷൻ്റെ ഏരിയനെ രണ്ട് ഈക്വൽ പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ മേലെയുള്ള പോർഷൻ A1ഉം ഈ ഒരു ചെറിയ ഫ്ലേഞ്ചിലുള്ള പ്ലാസ്റ്റിക് ന്യൂട്രൽ ആക്സിസിൻ്റെ താഴെയുള്ള പോർഷൻ ഫ്ലേഞ്ച് പോർഷൻ A2 ആയിട്ടും വെബ് പോർഷൻ A3 ആയിട്ടും എടുക്കുകയാണെങ്കിൽ വി നോ ദാറ്റ് A1 is equal to A2 plus A3. കാരണം പ്ലാസ്റ്റിക് ന്യൂട്രൽ ആക്സിസ് ടോട്ടൽ ഏരിയനെ ഈക്വൽ ഹാഫ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുക. സോ ഹിയർ A1 is equal to A2 plus A3. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു A1 എന്ന് പറയുന്ന പോർഷൻ്റെ ഏരിയ എടുക്കുകയാണെങ്കിൽ A1 is equal to 120 into YP. സോ 120 into YP ആണ് A1 എന്ന് പറയുന്നത്. A2 ആണെങ്കിൽ 120 into 10 minus YP. ഈ ഒരു A2 എന്ന് പറയുന്ന ഏരിയ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ വിഡ്ത്ത് 120 ആണ്, ഡെപ്ത് 10 minus YP ആണ്. ഈ ഒരു ഡെപ്ത് എന്ന് പറയുന്നത് 10 minus YP ആണ്. സോ ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 120 into 10 minus YP പ്ലസ്
A3ന്റെ ഏരിയ എന്ന് പറയുന്നത് 110 into 10. So A1 is equal to A2 plus A3 implies നമ്മുടെ YP is 9.583 mm. അതായത് നമ്മുടെ അസംഷൻ കറക്റ്റ് ആണ്. കാരണം YP എന്ന് പറയുന്നത് ലെസ് ദാൻ 10 ആണ്. 10 ആണെങ്കിലാണ് ഈ ഒരു ലൈൻ വരിക. അതായത് ഫ്ലേഞ്ചും വെബും തമ്മിലുള്ള ലൈൻ വരുന്നത് 10ലാണ്, 10 mm. അതിനേക്കാളും കുറവാണ് YPയുടെ വാല്യൂ. അതായത് നമ്മുടെ അസംഷൻ കറക്റ്റ് ആണ്. YP കിടക്കുന്നത് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ന്യൂട്രൽ ആക്സിസ് കിടക്കുന്നത് നമ്മുടെ ഫ്ലേഞ്ച് പോർഷനിൽ തന്നെയാണ്. So the assumption is true as YP is less than 10 mm. Therefore YP is equal to 9.583 mm. നമ്മുടെ ഈ assumption തെറ്റായിരുന്നെങ്കിൽ, അതായത് YP value if it was more than 10 mm, we have to assume that the neutral axis, plastic neutral axis lies in the web portion. അങ്ങനെ നമ്മൾ വെബ് പോർഷനിൽ വീണ്ടും പ്ലാസ്റ്റിക് ന്യൂട്രൽ ആക്സിസ് കാണിച്ചുകൊണ്ട് അതിൻ്റെ കണ്ടീഷൻ നമ്മൾ യൂസ് ചെയ്തിട്ടായിരിക്കണം YP കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ നമ്മുടെ അസംപ്ഷൻ കറക്റ്റ് ആയിരുന്നു. നമ്മുടെ ഫ്ലേഞ്ച് പോർഷനിൽ തന്നെയാണ് പ്ലാസ്റ്റിക് ന്യൂട്രൽ ആക്സിസ് കിടക്കുന്നത്. സോ ഇതാണ് നമ്മൾ വരച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് ന്യൂട്രൽ ആക്സിസ് വിച്ച് ഇസ് അറ്റ് എ ഡെപ്ത് 9.583. അപ്പോൾ A1 നമ്മൾ വീണ്ടും പഴയ ഏരിയാസ് എടുക്കുകയാണ്. A1 is equal to 120 into 9.583. ഈ ഒരു പോർഷൻ്റെ ഏരിയ എന്ന് പറയുന്നത് 120 into 9.583. സെക്കൻഡ് പോർഷൻ A2, സോറി നമുക്ക് A1 പറയുന്ന സമയത്ത് Y1 കൂടെ പറയാം. ഈ പ്ലാസ്റ്റിക് ന്യൂട്രൽ ആക്സിസും ഈ A1 എന്ന് പറയുന്ന ഏരിയയുടെ സെൻട്രോയിഡും ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആണ് വിച്ച് ഇസ് 9.583 ഡിവൈഡഡ് ബൈ 2. ഈ പ്ലാസ്റ്റിക് ന്യൂട്രൽ ആക്സിസും ഈ ഏരിയയുടെ സെൻട്രോയിഡും ആയിട്ടുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ നമുക്ക് A1 വാല്യൂ കിട്ടി, Y1 വാല്യൂ കിട്ടി. ഇനി അടുത്തത് A2, Y2 വാല്യൂസ് ആണ്. സോ സെക്കൻഡ് ഏരിയ A2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ ഒരു 120 ഇൻറ്റു ദിസ് സ്മോൾ ഡെപ്ത് ദാറ്റ് ഇസ് 10 മൈനസ് 9583. സോ 10 മൈനസ് 9583 ഇൻറ്റു 120 ദാറ്റ് ഇസ് ദ ഏരിയ A2. ഇനി Y2 എന്ന് പറയുന്നത് ആ ഡെപ്തിൻ്റെ ഹാഫാണ്. ന്യൂട്രൽ ആക്സിസും ഈ സ്മോൾ ഏരിയ A2ൻ്റെ സെൻട്രോയിഡും ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആണ്. സോ ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ഈ ഡെപ്തിൻ്റെ ഹാഫായിട്ട് വരും. സോ 10 മൈനസ് 9.583 ഡിവൈഡഡ് ബൈ 2. അടുത്തത് വെബ് പോർഷൻ ആണ് A3 എന്ന് പറയുന്ന ഏരിയ. സോ ദ ഏരിയ A3 ഈസ് ഈക്വൽ ടു 110 ഇൻറ്റു 10. This depth is 110, thickness is 10. So 110 into 10 is the area. And Y3, it is the distance between the neutral axis and the centroid of the area A3. എന്ന് പറയുമ്പോൾ ഈ ഒരു ചെറിയ ഡെപ്ത് പ്ലസ് 110 divided by 2. This small depth that is 10 minus 9.583 plus 110 divided by 2. That is the value of Y3. That is the distance between the centroid of area A3 and the plastic neutral axis. We got the values of A1, Y1, A2, Y2, A3 and Y3. So now the plastic moment value MP is equal to Fy into in bracket A1, Y1 plus A2, Y2 plus A3, Y3. And if you substitute the values of all these parameters, we are getting MP is equal to this value, this times Fy. Fyൻ്റെ ടേംസിലാണ് നമുക്ക് MP കിട്ടുന്നുണ്ടാവുക. ഓൾറെഡി നമുക്ക് MYയും കിട്ടിയിരിക്കുന്നത് Fyൻ്റെ ടേംസിലാണ്. സോ ഷേപ്പ് ഫാക്ടർ S is equal to MP by My. MPക്ക് കിട്ടിയിരിക്കുന്ന എക്സ്പ്രഷൻ ഡിവൈഡഡ് ബൈ MYക്ക് നമ്മൾ കിട്ടിയിരിക്കുന്ന എക്സ്പ്രഷൻ, അത് ചെയ്തു കഴിഞ്ഞാൽ S is equal to 1.801. That is the shape factor for a T section with the above dimensions.